ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. പറയാനുള്ളത് എന്തായാലും ആരോടായാലും ഉറച്ച ശബ്ദത്തിൽ പറയാൻ ധൈര്യമുള്ള നടിയാണ് കസ്തൂരി. നിലപാടുകൾ കൊണ്ട് പ്രശസ്തയായ താരത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുള്ള തെറിവിളിയും ചെറുതൊന്നുമല്ല. ടോപ്ലെസ് ഫോട്ടോഷൂട്ട് മുതൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സെൽഫി വിവാദം വരെ കസ്തൂരിയുടെ സൈബർ ആക്രമണത്തിന് കാരണമായി. ഇപ്പോൾ വസ്ത്രദാനത്തിന്റെ പേരിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കസ്തൂരി. കാർത്തിയുടെ പുതിയ ചിത്രം ജൂലൈ കാട്ടിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ ഗ്ലാമർ ലുക്കിൽ എത്തിയതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. പ്രായം എടുത്തു പറഞ്ഞുകൊണ്ട് അധിക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 44 വയസ്സായില്ലേ, മാന്യമായ വേഷം ധരിച്ചൂടെ എന്നാണ് ചിലർ പറയുന്നത്. ഓഡിയോ ലോഞ്ചിന് ശേഷം താരം തമിഴ് മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. തമിഴ് സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ചും പുരുഷാധിപത്യത്തെക്കുറിച്ചും സിനിമാ രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം വിശദമായാണ് താരം സംസാരിച്ചത്. എന്നാൽ അവരുടെ വാക്കുകളല്ല, ധരിച്ച വേഷമാണ് കൂടുതൽ പേരും ചർച്ചയാക്കിയിരുന്നത്. ആദ്യം മാന്യമായ വസ്ത്രം ധരിക്കൂ, പിന്നെ നമുക്ക് തമിഴ് സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. പാന്റിടാൻ മറന്നതാണോ എന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് ഇക്കൂട്ടത്തിൽ. എന്നാൽ വിമർശനങ്ങൾ മാത്രമല്ല, കസ്തൂരിയെ പിന്തുണച്ചും കമന്റുകൾ വരുന്നുണ്ട്. എന്ത് വസ്ത്രം ധരിക്കണമെന്നത് സ്ത്രീകളുടെ അവകാശമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ചടങ്ങിനിടെ കാർത്തിയുടെ അച്ഛൻ ശിവകുമാറിനെ സെൽഫിയുടെ പേരിൽ കസ്തൂരി പരിഹസിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവും ഉയർന്നു വന്നു. അതിനു പിന്നാലെയാണ് വസ്ത്രങ്ങളും ചർച്ചയാകുന്നത്. പണ്ടും പലതരത്തിലും കസ്തൂരി വിവാദങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. മുൻപ് ഒരു ടോപ്ലെസ് ഫോട്ടോഷൂട്ട് കാണിച്ചതിന് കസ്തൂരി ഏറ്റുവാങ്ങേണ്ടി വന്നത് ചില്ലറ വിവാദങ്ങളൊന്നുമല്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.